രാഷ്ട്രീയ സാഹചര്യങ്ങൾ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലായിരിക്കുകയാണ്. ഇറാനെതിരെ കർശനമായ സൈനിക നടപടികൾ സ്വീകരിക്കണമെന്ന അമേരിക്കയുടെ ആവർത്തിച്ചുള്ള ഭീഷണികൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഇറാൻ അമേരിക്ക ശത്രുത ഈ പുതിയ നീക്കത്തിലൂടെ ഒരു ആഗോള പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞു. ഈ നിർണായക ഘട്ടത്തിലാണ് റഷ്യയുടെ ഇടപെടൽ ലോകശ്രദ്ധ നേടുന്നത്. ഇറാന് തങ്ങളുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച റഷ്യ അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. റഷ്യയുടെ ഈ നിലപാട് വെറും ഒരു പിന്തുണ എന്നതിലുപരി മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ആധിപത്യത്തിന് തടയിടാനുള്ള നയതന്ത്രപരമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനെതിരെയുള്ള ഒരു തരത്തിലുമുള്ള സൈനിക ആക്രമണവും ഒരു സാഹചര്യത്തിലും അംഗീകരിക്കാനാവാത്തതാണ് എന്നായിരുന്നു റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ഇത്തരമൊരു നീക്കം മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ആഗോള തലത്തിൽ തന്നെ അസ്ഥിരതയും നിയന്ത്രണം വിട്ട് പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി. ഇതിനകം തന്നെ സംഘർഷവും സാമ്പത്തിക സമ്മർദ്ദവും നേരിടുന്ന ഒരു രാജ്യത്തെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിന് ഗുരുതരമായ വെല്ലുവിളിയാണെന്ന് റഷ്യ ചൂണ്ടിക്കാട്ടി. ഇറാനെതിരായ അമേരിക്കൻ ഭീഷണികളെ റഷ്യ വെറും സൈനിക മുന്നറിയിപ്പുകളായി മാത്രം കാണുന്നില്ല, മറിച്ച് ദീർഘകാലമായി തുടരുന്ന ഉപരോധങ്ങളുടെയും ബാഹ്യ ഇടപെടലുകളുടെയും തുടർച്ചയായ ഭാഗമായാണ് റഷ്യ അവയെ വിലയിരുത്തുന്നത്. ഉയർന്ന താരിഫുകൾ ഏർപ്പെടുത്തി ഇറാന്റെ വ്യാപാര പങ്കാളികളെ സമ്മർദ്ദത്തിലാക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ റഷ്യ ലജ്ജാകരവും അസ്ഥിരത സൃഷ്ടിക്കുന്നതാണെന്ന് വിശേഷിപ്പിച്ചു. ഒരു സ്വതന്ത്ര രാഷ്ട്രത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന ഈ നയങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കുന്നുവെന്നും അത് മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള പാശ്ചാത്യവാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നതാണെന്നും റഷ്യ അഭിപ്രായപ്പെട്ടു. ഇറാനിൽ തുടരുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ചും റഷ്യ വ്യക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. വർഷങ്ങളായി നീണ്ടുനിന്ന പാശ്ചാത്യ ഉപരോധങ്ങളാണ് ഇറാനിലെ സാമൂഹികവും സാമ്പത്തികവുമായ പ്രതിസന്ധികളുടെ അടിസ്ഥാനമെന്നായിരുന്നു റഷ്യയുടെ വാദം. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അവശ്യ വസ്തുക്കളുടെ ക്ഷാമം എന്നിവ ജനജീവിതത്തെ ബാധിച്ച സാഹചര്യത്തിൽ ഈ അസ്വസ്ഥതകളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ചൂഷണം ചെയ്യുന്ന ബാഹ്യശക്തികളുടെ ഇടപെടലുമുണ്ടെന്ന് റഷ്യ ആരോപിച്ചു. വിദേശത്ത് നിന്ന് പ്രചോദനവും സഹായവും ലഭിക്കുന്ന പ്രകോപനക്കാരുടെ സാന്നിധ്യം പ്രതിഷേധങ്ങളെ കൂടുതൽ അക്രമത്തിലേക്ക് തള്ളിവിടുന്നുവെന്ന ആരോപണവും റഷ്യ ഉന്നയിച്ചു. മരണസംഖ്യയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അതീവ ഗൗരവമുള്ളതാണെങ്കിലും ഇറാനിലെ ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളും വിവരവിനിമയത്തിലെ തടസ്സങ്ങളും കാരണം കണക്കുകൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ സമ്മതിക്കുന്നു. എന്നിരുന്നാലും ഈ സാഹചര്യം സൈനിക ഇടപെടലുകൾക്ക് ന്യായീകരണമാകുന്നത് അപകടകരമാണെന്ന് റഷ്യയുടെ നിലപാട്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന്റെ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അസ്ഥിരതയിലേക്ക് ഇറാൻ വീണ്ടും തള്ളപ്പെടരുതെന്നും ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ഇറാനിയൻ ജനങ്ങളും ഭരണകൂടവും ചേർന്നാണെന്നും റഷ്യ ആവർത്തിച്ചു. വിശാലമായ ഭൗമരാഷ്ട്രീയ പശ്ചാത്തലത്തിൽ റഷ്യയുടെ നിലപാട് റഷ്യ ഇറാൻ ബന്ധങ്ങൾക്ക് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായാണ് കാണപ്പെടുന്നത്. ഇറാനെതിരായ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതിരോധ കവചമായി റഷ്യ സ്വയം നിലകൊള്ളുകയാണ്. ഏകപക്ഷീയമായ ഉപരോധങ്ങളും സൈനിക ഭീഷണികളും അന്താരാഷ്ട്ര നിയമത്തെയും രാജ്യങ്ങളുടെ പരമാധികാരത്തെയും ലംഘിക്കുന്നതാണെന്ന സന്ദേശമാണ് റഷ്യ പ്രതികരണത്തിലൂടെ നൽകുന്നത്. ബാഹ്യ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഇറാനെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയവും നയതന്ത്രപരവുമായ പിന്തുണ തുടരുമെന്ന സൂചനയും ഇതിലൂടെ വ്യക്തമാക്കുന്നു. ഈ മുഴുവൻ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാനെതിരായ ഭീഷണികൾ ഒരു രാജ്യത്തെ മാത്രം ലക്ഷ്യമിടുന്ന പ്രശ്നമല്ലെന്നാണ്. സൈനിക ഭീഷണികളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകില്ലെന്നും അത്തരം നീക്കങ്ങൾ മേഖലയിൽ കൂടുതൽ രക്തപാതയ്ക്കും അസ്ഥിരതയ്ക്കും മാത്രമേ വഴിവെക്കുന്നുവെന്നും റഷ്യയും ഇറാനും ഒരേ സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. സംഭാഷണവും പരസ്പര ബഹുമാനവും മാത്രമാണ് സമാധാനത്തിലേക്കുള്ള വഴി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇറാനെ പിന്തുണച്ച് അമേരിക്കൻ ആധിപത്യ നയങ്ങൾക്കെതിരെ ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. ഇറാനിലും ഇറാനിലെ മറ്റ് പ്രധാന നഗരങ്ങളിലുമായി തുടരുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണെന്ന ആരോപണം ഇറാൻ ഔദ്യോഗികമായി ശക്തിപ്പെടുത്തുകയാണ്. രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നേതൃത്വം നൽകുന്ന പുരോഹിത ഭരണകൂടം ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയെ തന്നെ അറിയിച്ചതോടെ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഗൗരവം കൈവരിച്ചു. ആഭ്യന്തര അസ്വസ്ഥതകൾ സ്വാഭാവിക ജനകീയ പ്രതികരണം എന്നതിലുപരി ബാഹ്യശക്തികൾ ആസൂത്രണം ചെയ്ത പ്രകോപനങ്ങളുടെ ഫലമാണെന്ന നിലപാടിലാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. തെരുവിലിറങ്ങിയ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന കൊലയാളികൾ അമേരിക്കയും ഇസ്രായേലുമാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഈ ആരോപണങ്ങൾ അന്താരാഷ്ട്ര വേദികളിലും തുറന്നടിച്ചാണ് ഇറാൻ ഉന്നയിക്കുന്നത്. ഇറാന്റെ ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം പ്രതിനിധിയായ അമീർ സയ്യിദ് ഇറവാനി
സുരക്ഷാ കൗൺസിലിലേക്ക് അയച്ച കത്തിൽ നിരപരാധികളായ സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് അമേരിക്കയും ഇസ്രായേൽ ഭരണകൂടവും നേരിട്ടുള്ളതും നിഷേധിക്കാനാവാത്തതുമായ നിയമപരമായ ഉത്തരവാദിത്തം വഹിക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കി. മനുഷ്യാവകാശങ്ങളുടെ പേരിൽ ഇടപെടലുകൾ നടത്തുന്ന രാജ്യങ്ങൾ തന്നെ ഇത്തരം അക്രമങ്ങൾക്ക് ഉത്തരവാദികളാകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ തുറന്ന ലംഘനമാണെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടി. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുമുള്ള പ്രതികരണങ്ങളും അതീവ കടുപ്പമുള്ളതായിരുന്നു. ഇറാൻ ദേശീയ സുരക്ഷാ രംഗത്തെ മുതിർന്ന നേതാവായ അലി ലാരിജാനി ഇറാനിലെ ജനങ്ങളുടെ പ്രധാന കൊലയാളികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയുമാണെന്ന് തുറന്നടിച്ചു. ഇറാനിയൻ പ്രതിഷേധക്കാർക്ക് സഹായം നൽകുന്നുവെന്ന ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പിന്നാലെയായിരുന്നു ലാരിജാനിയുടെ ഈ പ്രതികരണം. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള മറവിയായി ഈ സഹായം ഉപയോഗിക്കുകയാണെന്നാണ് ഇറാന്റെ ആരോപണം. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അമേരിക്കയെ ലക്ഷ്യമാക്കി ചരിത്രപരമായ മുന്നറിയിപ്പുകളും നൽകി. 1979 ഇറാനിലെ ഷാ ഭരണകൂടം തകർന്നതുപോലെ തന്നെ അമേരിക്കയും ഒരു ദിവസം സമാനമായ അന്ത്യം കാണേണ്ടി വരുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. ഇറാനെ കുറിച്ചുള്ള അമേരിക്കൻ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റാണെന്നും ഇറാനിയൻ ജനങ്ങളുടെ പ്രതിരോധ ശേഷിയെ അവഗണിക്കുന്ന സമീപനമാണ് അമേരിക്ക സ്വീകരിക്കുന്നതെന്നും ഖമേനി ആരോപിച്ചു. അമേരിക്കൻ പ്രസിഡന്റിന്റെ കൈകളിൽ ഇറാനിയുടെ രക്തം പുരണ്ടിരിക്കുന്നുവെന്ന അദ്ദേഹത്തിന്റെ പരാമർശം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. പ്രതിഷേധങ്ങളെക്കുറിച്ച് ഇറാൻ ഭരണകൂടം കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നവരെ ദൈവത്തിന്റെ ശത്രുക്കളായി കണക്കാക്കുമെന്നും അത്തരം പ്രവൃത്തികൾ കഠിനമായ ശിക്ഷ വരെ ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റമാണെന്നും ഇറാൻ അറ്റോർണി ജനറൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കലാപകാരികളെ സഹായിക്കുന്നവർക്ക് പോലും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് സർക്കാർ അനുകൂല മാധ്യമങ്ങൾ മുന്നറിയിപ്പ് നൽകി. അതേസമയം രാജ്യവ്യാപകമായി നടന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ ചെറുക്കുന്നതിനായി ഇറാൻ സർക്കാർ വൻതോതിലുള്ള സർക്കാർ അനുകൂല റാലികളും സംഘടിപ്പിച്ചു. ഈ റാലികൾ വിദേശ ശക്തികളുടെ ഗൂഢാലോചനകളെ പരാജയപ്പെടുത്തുന്നതാണെന്ന് ഖമേനി അവകാശപ്പെട്ടു. ഇറാനിൽ നടന്ന ഇത്തരമൊരു റാലിയിൽ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ നേരിട്ട് പങ്കെടുത്തു. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ജനങ്ങളുടെ പരാതികൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും എന്നാൽ അക്രമത്തിനും നാശനഷ്ടങ്ങൾക്കും വഴിയൊരുക്കുന്ന കലാപകാരികൾക്കും ഭീകര ഘടകങ്ങൾക്കും കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ മുഴുവൻ സംഭവ വികാസങ്ങളും സൂചിപ്പിക്കുന്നത് ഇറാനിലെ പ്രതിഷേധങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് ഒതുങ്ങുന്നതല്ലെന്നാണ്. അവയെ ചുറ്റിപ്പറ്റി രൂപപ്പെടുന്ന അന്താരാഷ്ട്ര രാഷ്ട്രീയ പോരാട്ടം, പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും എതിരായി ഇറാൻ ഉയർത്തുന്ന ആരോപണങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുന്ന ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. ഇറാൻ തന്റെ പരമാധികാരവും സ്വതന്ത്രതയും സംരക്ഷിക്കാനുള്ള പോരാട്ടമായി ഈ പ്രതിസന്ധിയെ അവതരിപ്പിക്കുമ്പോൾ ബാഹ്യ ഇടപെടലുകൾക്കെതിരെ ശക്തമായ രാഷ്ട്രീയവും നയതന്ത്രപരമായ പ്രതിരോധവും തുടരുമെന്ന സന്ദേശമാണ് ലോകത്തോട് നൽകുന്നത്.